നമ്മുടെ ശരീരത്തിൽ നോർമൽ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ, ഒരു ചൂടുണ്ടല്ലേ? ഈ ഒരു ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹനത്തിനും മെറ്റബോളിസത്തിനും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ചില സമയങ്ങളിൽ ഈ ഒരു ചൂട് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ചിലതരം ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരാറുണ്ട്. അതായത് വിയർപ്പ് നന്നായിട്ട് തോന്നും. ചില ആളുകൾക്ക് വിയർപ്പിന്റെ കൂടെ ഒരു ദുർഗന്ധം പോലെ തോന്നുക, അല്ലെങ്കിൽ ദാഹം നന്നായിട്ട് കൂടുക, എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നും, മുടി നന്നായിട്ട് നരച്ചു വരും, മുടി കൊഴിച്ചിൽ പോലെയുള്ള കാര്യങ്ങൾ, ബ്ലീഡിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ. ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ മൂക്കിലൂടെയും ബ്ലഡ് വരാം, മലം പോകുന്ന സമയത്തും ബ്ലഡ് വരികയാണെങ്കിൽ പൈൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. സ്കിന്നിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ, റെഡ്നെസ്. റെഡ്നെസ് എന്ന് പറയുമ്പോൾ മുഖത്തും ശരീരത്തൊക്കെ ചുവന്ന് തടിച്ചു വരിക, കൈകളിലും കാലുകളിലൊക്കെ ഒന്ന് പുകഞ്ഞു വരിക, അതായത് എരിച്ചൽ പോലെ തോന്നുകയാണ്, മുഖത്ത് നന്നായിട്ട് കുരു പോലെ തോന്നുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമ്മുടെ ശരീരം നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എപ്പോഴും ഒരു അസിഡിറ്റി പോലെ തോന്നുകയാണ്, പുളിച്ചിട്ടുള്ള ഒരു ഏമ്പക്കം പോലെ വരികയാണ്, വായിൽ എപ്പോഴും അൾസർ പോലെ തോന്നുന്നുണ്ട്, ഒരു ഇറിറ്റേഷൻ, ദേഷ്യം, ഇതും കൂടി തോന്നുകയാണെങ്കിൽ ഇതും ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ആണ് കേട്ടോ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടുതലാണെന്ന്. അപ്പൊ ഞാനിവിടെ ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളിൽ എല്ലാം നിങ്ങൾക്ക് തോന്നണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ ആണെങ്കിൽ പോലും നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് നന്നായിട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളെയും കുറയ്ക്കാനായിട്ട് എന്താ നമുക്ക് ചെയ്യേണ്ടത്? ശരീരത്തിൽ ചൂടിനെ കുറയ്ക്കണം. ഈ ചൂട് കൂടുന്നത് എന്തുകൊണ്ടാണ്? പലതരം കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടും. അതിൽ ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് നമ്മുടെ ഭക്ഷണ രീതി. ചിലതരം ഭക്ഷണങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കുറച്ച് ഹീറ്റി ടൈപ്പ് ഉള്ളതാണ്, കുറച്ച് ചൂടുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ചൂടുള്ള സമയത്തും കൂടി നമ്മളത് കഴിക്കുമ്പോൾ ഇതിന്റെ കോമ്പിനേഷൻ മൂലം ശരീരത്തിൽ ഒന്നും കൂടി ഹീറ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പൊ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയില് 5 അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂട്ടുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളും, വീഡിയോയുടെ അവസാനമായിട്ട് നമ്മൾ കഴിക്കേണ്ട ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ തോന്നുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട 4 ഭക്ഷണങ്ങളും കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പൊ എല്ലാം നമുക്കറിയാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, ഐ എം ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇന്നുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ശരീരത്തിൽ ചൂട് കൂട്ടുന്ന, നമ്മൾ നിത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മുളക് പൊടി. ഈ മുളക് പൊടി എന്ന് പറയുന്നത് കുറച്ച് ഷാർപ്പും അതുപോലെ തന്നെ ഹോട്ട് നേച്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അടുപ്പിച്ച് ഒരു 2-3 ദിവസം എരിവുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് നമ്മുടെ മലം പോകുന്ന സമയത്ത് ഒരു എരിച്ചിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലേ? ശരിക്കും ഈ റെഡ് ചില്ലി എന്ന് പറയുന്ന ഒരു കാര്യത്തില് കാപ്സിസിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാപ്സിസിൻ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂട്ടാനായിട്ട് വളരെയധികം ചാൻസസ് ഉണ്ടാക്കും. അപ്പോ ഈ മുളക് പൊടിക്ക് പകരമായിട്ട് നമുക്ക് സേഫ് ആയിട്ട് എന്ത് കാര്യം യൂസ് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം. പക്ഷേ ഈ രണ്ട് കാര്യത്തിന് ചൂടുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഈ റെഡ് ചില്ലിയിൽ കണ്ടുവരുന്ന കാപ്സിസിൻ കുരുമുളകിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഒരു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യില്ല. സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ കൂടുതലായിട്ട് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. എന്ത് കാര്യങ്ങളും നല്ലതാണെന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് ആയിട്ട് മാത്രം യൂസ് ചെയ്യാം. മസാലകളൊക്കെ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാനും കൂടി ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഡ്രൈ ഫ്രൂട്ട്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ഫുഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആണല്ലേ. നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻസ്, മിനറൽസ് എന്നിങ്ങനെ പറയുന്ന ധാരാളം ബെനിഫിറ്റ്സ് ഈ കാര്യങ്ങൾ തരുന്നുണ്ട്. പക്ഷെ ഇത് കഴിക്കുന്ന രീതിയും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ചില ആളുകൾ വളരെ ഹെൽത്തി ആണെന്ന് വിചാരിച്ച് ഒരു പിടിയൊക്കെ എടുത്ത് കഴിക്കുന്നവരും ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഡ്രൈ ഫ്രൂട്ട്സിൽ തന്നെ പ്രത്യേകിച്ച് ആൽമണ്ട്, അതായത് ബദാം പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡ്രൈ ആയിട്ട് നേരെ കഴിക്കുന്ന സമയത്ത് ഇത് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ദഹനത്തിന് എടുക്കുന്ന സമയം കൊണ്ട് ശരീരത്തിൽ അതൊരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊരു 4 ബദാമാണ് ദിവസത്തിൽ കഴിക്കുന്നത് എങ്കിലും കുതിർത്തിട്ട് മാത്രം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുതിർക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ തൊലി കളഞ്ഞിട്ടും കൂടി കഴിക്കണം. കാരണം പിന്നെ പലരും പറയും തൊലിയിൽ വൈറ്റമിൻ ഇ ഒക്കെ നല്ലതല്ലേ എന്നുള്ളൊരു കാര്യം. ഈ തൊലി കുറച്ച് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് ഒഴിവാക്കി കഴിക്കാനായിട്ട് പറയുന്നത്. ആൽമണ്ട്സ് മാത്രമല്ല, മറ്റു പല സീഡ്സും നിങ്ങൾ കഴിക്കുമ്പോഴും കുതിർത്തിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഡീപ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്, അതായത് വറുത്ത് പൊരിച്ചിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കും അറിയാം, വറുത്ത് പൊരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് കുറച്ച് ഹെവിയാണ് ദഹിക്കാൻ. ആ ഹെവി ആകുന്നത് കൊണ്ട് അങ്ങനെയും നമ്മുടെ ശരീരത്തിൽ ഒരു ചൂട് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിസത്തിനും അത്രയും സേഫ് ആയിട്ടുള്ള ഒന്നും കൂടിയല്ല. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ പൊണ്ണത്തടി പോലെയുള്ള കാര്യങ്ങൾ, ഫാറ്റി ലിവർ പോലെയുള്ള കാര്യങ്ങൾ, ഹാർട്ടിൽ ബ്ലോക്കേജ്, ഇത്തരത്തിലുള്ള മറ്റു പല കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ വറുത്ത് പൊരിച്ചിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് വെള്ളം ദാഹിക്കും, നമുക്ക് എന്തെങ്കിലും ദാഹം നന്നായിട്ട് കൂടും. ഇത് ഉള്ളിൽ നല്ലൊരു ചൂട് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ടെൻഡൻസി നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതും നിങ്ങൾ മൂന്നാമതായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കും. നാലാമതായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പഴമാണ് പഴുത്ത മാങ്ങ. പഴുത്ത മാങ്ങ എന്ന് പറയുമ്പോൾ കിങ് ഓഫ് ഫ്രൂട്ട് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാനായിട്ട് പറ്റും. ഇതിൽ തന്നെ ധാരാളം വൈറ്റമിൻസ്, ഫോളേറ്റ്, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ എന്നൊക്കെ പറയുന്ന ധാരാളം വൈറ്റമിൻസും മിനറൽസും ലോഡഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ പഴുത്ത മാങ്ങ.
പക്ഷെ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും ഇത് വലിച്ചു വാരി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആളുകൾക്കും ഇത് സ്യൂട്ടായെന്ന് വരില്ല. പ്രത്യേകിച്ച് ശരീരത്തിന് ചൂട് കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകൾക്ക്. കാരണം മാങ്ങ കുറച്ചൊരു ഉഷ്ണ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ ഇത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. പക്ഷേ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് വീക്ക് ആയിട്ടിരിക്കുന്ന ഒരാളാണ്, ഇപ്പോഴും നിങ്ങൾക്കൊരു ഒരു ലോ ആയിട്ടിരിക്കുന്ന പോലെ, ടയേർഡ് ആയിട്ടിരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കഴിക്കണം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ഉപകാരം നൽകുന്ന ഒന്നായിരിക്കും. പക്ഷേ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഒരു കാര്യം, 1 മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ കുറച്ച് നോർമൽ ആയിട്ടുള്ള തണുത്ത വെള്ളം അല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളത്തില് മാങ്ങ കുറച്ചു നേരം ഇട്ട് വെക്കുക. ഇങ്ങനെ ഇട്ട് വെക്കുന്നതിലൂടെ മാങ്ങയിലുള്ള ചൂട് കുറച്ചൊന്ന് കുറയാനായിട്ട് വളരെയധികം സഹായിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, വലിച്ചു വാരി നിങ്ങൾ കുറെ മാങ്ങ കഴിക്കാതിരിക്കുക. നിങ്ങളുടെ കപ്പാസിറ്റി എത്രയാണോ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ പഴുത്ത മാങ്ങ കഴിക്കാൻ കൂടി നോക്കുക. ചില ആളുകൾ പറയുന്നത് കേൾക്കാം, ഒരു മാങ്ങ കഴിക്കുമ്പോൾ തന്നെ മുഖത്ത് കുരു വരുന്നു എന്നുള്ളൊരു കാര്യം. നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പൊ പിത്തപ്രകൃതിയും ഹീറ്റും വളരെ കൂടി നിൽക്കുകയാണെങ്കിൽ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോ നാലാമത്തെ ഒരു കാര്യമാണ് പഴുത്ത മാങ്ങ. ഇനി അവസാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചൂട് കൂട്ടുന്ന മറ്റൊരു കാര്യമാണ് ചായ. നിങ്ങൾക്കും അറിയാം, ചായ കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മുടെ ദഹനത്തിനും അതുപോലെ തന്നെ ശരീരത്തിന് ചൂട് കൂട്ടാനും അത്രയും നല്ലൊരു കാര്യമല്ലാന്ന്. കൂടുതലായിട്ട് നിങ്ങൾ ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അസിഡിറ്റി പോലെയുള്ള കാര്യങ്ങൾ, പുളിച്ചു തേട്ടി വരെ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. ദിവസത്തില് 1 കപ്പ് മാത്രം നിങ്ങൾ ചായ കുടിക്കാനായിട്ട് നോക്കുക. തേയിലയൊക്കെ വളരെ കുറച്ച് മാത്രം ഇട്ടിട്ടും ഷുഗർ ഒക്കെ വളരെ കുറച്ച് മാത്രം ഇട്ടിട്ട് നിങ്ങൾ ചായ കുടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോ ഇനി നമുക്ക് ഈ ശരീരത്തിലത്തെ ചൂടിനെ എങ്ങനെ കുറയ്ക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. അതിൽ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരീരത്തിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. അതിന് ദിവസത്തിൽ 8 ഗ്ലാസ് എങ്കിലും വെള്ളം മിനിമം നിങ്ങൾ കുടിച്ചിരിക്കണം. 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോ നിങ്ങളുടെ വീട്ടിൽ മൺകലം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം നിറച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കുറച്ചൊരു കൂളിംഗ് പ്രോപ്പർട്ടിയാണ് അതിന്. അങ്ങനെ കുടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ ദിവസത്തിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ബാക്കി 4 കാര്യങ്ങൾ, ശരിക്കൊരു മെഡിസിനൽ പ്രോപ്പർട്ടി തരുന്ന മറ്റു 4 കാര്യങ്ങളാണ് ബോഡി ഹീറ്റിനെ കുറയ്ക്കാൻ പറ്റുന്നത്. ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് അതിൽ ആദ്യത്തെ ഒരു കാര്യമാണ് കുമ്പളങ്ങ. കുമ്പളങ്ങ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 96% വെള്ളത്തിന്റെ കണ്ടന്റ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ചൂടിനെ നന്നായിട്ട് കുറയ്ക്കാനും വളരെയധികം സഹായിക്കും. എങ്ങനെ കഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിയൊക്കെ വെക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ഇത് ഉപയോഗിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ജ്യൂസ് പോലെ ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. ജ്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയൊരു പീസ് കുമ്പളങ്ങ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കുക. എന്നിട്ട് ഒരു ജാറിൽ അതിട്ടിട്ട് വെള്ളം ഒന്നും ഒഴിക്കണ്ട, അങ്ങനെ തന്നെ മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് അരിക്കാതെയും കുടിക്കാം, അരിച്ചിട്ടും കുടിക്കാം, ഏതെങ്കിലും ഒരു രീതിയിൽ കുടിക്കാം. ദിവസത്തിൽ 1 ഗ്ലാസ് ഒരു നേരത്തെ വെച്ചിട്ട് കഴിക്കാനായിട്ട് നോക്കുക. ബെസ്റ്റ് ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കഴിക്കില്ല, അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ഇത് കഴിക്കുന്നതിലൂടെ ശരീരത്തിൽ ചൂട് മാത്രമല്ല കേട്ടോ, നമ്മുടെ ദഹനത്തിനെ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും വയറിനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ടോക്സിൻസിനെ കളയാനും നല്ലൊരു റെമഡിയും കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. രണ്ടാമത്തെ, നമ്മുടെ സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന ഒരു കാര്യമാണ് തണ്ണിമത്തൻ. തണ്ണിമത്തൻ നല്ല ജ്യൂസി ആയിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു തണ്ണിമത്തനിൽ തന്നെ ഏകദേശം 92% വെള്ളത്തിന്റെ കണ്ടന്റ് ആണ് ഉണ്ടാകുക. ബോഡിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ശരീരത്തിനൊന്ന് കൂളിംഗ് ആക്കി വെക്കാനും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, പലരും ഉണ്ടല്ലോ ഇതിന്റെ കുരു നമ്മൾ തുപ്പിക്കളയാറുണ്ട്. അങ്ങനെ ചെയ്യണ്ട. ഏകദേശം തണ്ണിമത്തന്റെ കുരുവിൽ 1 കിലോന് തന്നെ ഏകദേശം 1000 രൂപയോളാണ് വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് തന്നെയാണ് നമ്മുടെ ദഹനത്തിനും അതുപോലെ തന്നെ ഓരോ നമ്മുടെ ശരീരത്തിനും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദിവസത്തിൽ ഒരു ചെറിയൊരു പീസ് തണ്ണിമത്തന്റെ ജ്യൂസ് പോലെയോ അല്ലെങ്കിൽ നേരിട്ടോ അങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് ഇളനീര്. ഇളനീർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഏകദേശം ഒരു 96%ഓളം ഇതിൽ വെള്ളത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ സ്പെഷ്യലി ആയിട്ട് ആന്റി ഓക്സിഡൻസും ഇലക്ട്രോലൈറ്റും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ബോഡിനെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഒന്ന് റിഫ്രഷ് ചെയ്ത് വെക്കാനും വളരെ നല്ലതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതായത് അസിഡിറ്റി പോലെയുള്ള കാര്യങ്ങൾ, എപ്പോഴും നല്ലൊരു എരിച്ചില് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കാം ഇത്. പിന്നെ കിഡ്നി സ്റ്റോൺ ഉള്ളവര്, കിഡ്നിയിൽ കല്ലുള്ളവർക്കും നല്ലൊരു റെമഡിയും കൂടിയാണ്. പക്ഷെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അത്രയും ഉപയോഗിക്കരുത്. ഡോക്ടർ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 തവണയായിട്ട് നിങ്ങൾക്ക് ഈ ഇളനീര് കുടിക്കാം. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള മറ്റു പല കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതും കൂടിയാണ്. ഇനി അവസാനത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. കൂടുതലും സമ്മർ സീസണിൽ നമ്മുടെ ചൂടിനെ കുറയ്ക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് പറയാനും പറ്റും കേട്ടോ. മറ്റൊന്നല്ല, ഗോന്ദ് കതീര എന്ന് നമ്മളിതിനെ പറയും. കൂടുതലും നോർത്ത് സൈഡിലാണ് ഇത് കണ്ടുവരാറ്. സൗത്തില് വളരെ കുറവ് മാത്രമേ കിട്ടാറുള്ളൂ. പക്ഷെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതേപോലെയാണ് കാണാൻ. ഇതൊരു മരത്തിന്റെ പശയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിന്റെ ചെറിയൊരു പീസ് നമ്മൾ വെള്ളത്തിലിട്ട് തന്നെ അത് വീർത്ത് വരും.
എന്നിട്ട് ഇതിൽ നിന്ന് 1 ടീസ്പൂൺ നിങ്ങൾ എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിക്കാം. വളരെ നല്ലൊരു കാര്യമാണ്, ശരീരത്തിലത്തെ ചൂട് കുറയ്ക്കാനും നമ്മുടെ ദഹനത്തിന് കൂട്ടാനും ലിവറിന്റെ ഹെൽത്തിനും എല്ലാത്തിനും വളരെ നല്ലൊരു കാര്യം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. സമ്മറിൽ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് എന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും സമ്മർ സീസണിൽ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടുന്ന സമയത്ത് അതിനെ കുറച്ച് വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ ചൂട് കൂടുതലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.